നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. അതെ 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 നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുകയാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാർട്ടിക്ക് ഒരിക്കലും എൻ്റെ പാർട്ടിക്ക്, എന്നെ വളർത്തിയ പാർട്ടിക്ക്, എന്നെ സംരക്ഷിച്ച പാർട്ടിക്ക്, എന്നെ നാലാളെ മുമ്പിലാകെ അറിയിച്ച പാർട്ടിക്ക് ഒരു മുറിവ് പോലും, ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന വലിയൊരു ദൃഢപ്രതിജ്ഞയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ. വയനാട് ജില്ലയിലെ അഗ്രഭാഗത്ത് തമിഴ്നാടോട് ചേർന്ന് നിൽക്കുന്ന വാരപ്രദേശത്ത് സാധാരണ കുടുംബത്തിൽ ജനിച്ച് CITUകാരൻ്റെ ഉപ്പയുടെയും ലീഗുകാരിയായ ഉമ്മയുടെയും കുടുംബത്തിൽ ജനിച്ച് അവരെ മൂവർണ്ണ പതാകയിലേക്ക് ആദ്യമായി സ്വീകരിച്ച് കോൺഗ്രസ് കുടുംബമായി വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുറിവുണ്ടാക്കാൻ പാടില്ല എന്ന വലിയൊരു ലക്ഷ്യബോധം, വലിയൊരു ദൃഢപ്രതിജ്ഞ എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബഷീർ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് നമ്മുടെ തോമാടിച്ചാൽ ഡിവിഷനകത്ത് മത്സരിക്കുന്ന ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരൻ VN ശശീന്ദ്രനെ വിജയിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ്. വിട്ടുകൊടുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ മുദ്രാവാക്യം നെഞ്ചിലേറ്റുന്നത്. പാർട്ടിയെ കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവുക, പാർട്ടിക്ക് വെട്ടിപ്പിടിക്കുന്ന സ്വഭാവം നമുക്കില്ല എന്നൊരു പ്രഖ്യാപനം കൂടി ഇവിടെയുണ്ട്. സ്വാഭാവികമായും നമ്മുടെ യോഗ്യതയെ ചർച്ച ചെയ്യപ്പെടണമെന്നായിരുന്നു ആമുഖമായിട്ട് പ്രിയപ്പെട്ട ഈ സഹപ്രവർത്തകരെ മുമ്പാകെ നമ്മൾ വെച്ചത്. ആ യോഗ്യതയെക്കുറിച്ച് ബഹുമാന്യരായ DCC നേതൃത്വം, ബഹുമാന്യരായ MLA ഉൾപ്പെടെയുള്ള വയനാടിനെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ മൂവർണ്ണ നേതാക്കന്മാർ നമ്മളുമായി സംവദിച്ചു കഴിഞ്ഞു, ആശയവിനിമയം നടത്തി കഴിഞ്ഞു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ കേട്ട പ്രിയപ്പെട്ട VD സതീശൻ, എൻ്റെ ഉപ്പയോളം സ്നേഹം എനിക്ക് എന്നും കഴിഞ്ഞ 10-19 വർഷത്തോളം ഞങ്ങളെ നെഞ്ചിലേറ്റിയ K സുധാകരൻ സാർ അവറുകൾ, ഏറെ ബഹുമാന്യനായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട OJ ജനീഷ്, പ്രിയപ്പെട്ട KM അഭിജിത്ത്, പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ സുപരിചിതനായ നൗഷാദിലി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ, എൻ്റെ ഈ പിന്നിൽ നിൽക്കുന്ന, എന്നെ വളർത്തിയ, എന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വീഴുന്ന സമയത്ത്, പാർട്ടി വീഴുന്ന സമയത്ത് ഈ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സാധാരണ പ്രവർത്തകർ, പെയിൻറ്റ് പണിക്ക് പോകുന്ന ആളുകൾ, സാധാരണ ചപ്പ് പറിക്കാൻ പോകുന്ന ആളുകൾ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അവർക്ക് ഉറക്കമില്ല. കാരണം ജനിച്ച നാട്ടിനകത്ത്, പിറന്ന നാട്ടിനകത്ത് മത്സരിക്കാൻ ഒരവസരം കിട്ടണമെന്ന് വളർത്തണമെന്ന് ആഗ്രഹിച്ച പിന്നിൽ നിൽക്കുന്ന ഈ ആളുകളോടൊക്കെ വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ പ്രചരണത്തിന് ഇറങ്ങുകയാണ്. മർമ്മപ്രധാനമായ ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയക്കകത്ത് നമ്മളൊക്കെ കണ്ടതാണ്. 2 തവണ മത്സരിച്ചു, അധികാരത്തിന്റെ ഭ്രമമൂത്ത് നിൽക്കുന്നു എന്നൊക്കെ പലരും പറയുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. വിട്ടുകൊടുക്കലിന് രാഷ്ട്രീയമാണ്. 2 തവണ മത്സരിച്ച ഞാൻ 5 തവണ മത്സരിക്കുന്ന പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി വഴിമാറുകയാണ്. രാഷ്ട്രീയത്തിന്റെ മാന്യത, രാഷ്ട്രീയത്തിന്റെ എല്ലാവിധ സ്വപ്നങ്ങൾക്കും നിറം ചാർത്തുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ. നിങ്ങൾ കണ്ടതാണ് വയനാടിൻ്റെ ചുരൽമല വിഷയങ്ങളിലൊക്കെ എനിക്കേറ്റ മുറിവ് എൻ്റെ പ്രസ്ഥാനത്തിന് ഏൽക്കരുത് എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. എനിക്കേറ്റുന്ന വേദന എൻ്റെ സഹപ്രവർത്തകർക്ക് ഏൽക്കരുത് എന്നൊരു ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രസ്ഥാനത്തിന് മുറിവേൽപ്പിക്കില്ല എന്ന്. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രമുണ്ട്, ചുവപ്പ് കളറാണ്. അതിൻ്റെ ഒരു പ്രതിരോധമാണ്. അതിൻ്റെ കളറിനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയമായി ഈ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു കളറായി നമ്മൾ മാത്രം കാണേണ്ടതുണ്ട്. ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിലും ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലും നമുക്ക് രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും മുപ്പൈനാടിൻ്റെ തോമാടിച്ചാലിൽ ചുരുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയം അത് കേരളത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് ചുരുക്കപ്പെടാതെ അത് വിശാലതയുടെ രാഷ്ട്രീയത്തിലേക്ക് ചർച്ച ചെയ്യപ്പെട്ട കഴിഞ്ഞ 4 ദിവസത്തിൽ എൻ്റെ മാധ്യമങ്ങൾ ഞങ്ങളോട് കാണിച്ച വിശാലതയുടെ രാഷ്ട്രീയമുണ്ട്. ജഷീറെ, നീ മത്സരിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടി മത്സരിക്കണം, കൈപ്പത്തിക്ക് വേണ്ടി മത്സരിക്കണമെന്ന് പറഞ്ഞത് ഈ എനിക്ക് മുമ്പിൽ ഈ നീട്ടിയിരിക്കുന്ന മൈക്ക് പിടിച്ചിരിക്കുന്ന റിപ്പോർട്ടർമാരും ക്യാമറ കണ്ണിലെ പ്രിയപ്പെട്ട ഞങ്ങളെ ഒപ്പിയെടുക്കുന്ന ക്യാമറമാന്മാരുമാണ്. അവരുടെ മാന്യത, അവരുടെ രാഷ്ട്രീയ സങ്കല്പം, ഞാൻ വളർന്നു വരുന്ന എൻ്റെ സ്വപ്നങ്ങൾക്ക് എന്നെയും എൻ്റെ പ്രസ്ഥാനത്തെയും ഇവിടെ വയനാട് ജില്ലയ്ക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവർ നിങ്ങളാണ്. നിങ്ങളോട് 1000 സ്നേഹാഭിവാദ്യങ്ങൾ, നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഈ പിന്മാറ്റത്തിൽ പാർട്ടി മറ്റെന്തെങ്കിലും ഉറപ്പ് ജഷീന്ദ്രൻ? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിശാലതയോടുകൂടി നമ്മളോട് ചർച്ച ചെയ്യപ്പെട്ടു. കൃത്യമായിട്ട് ഞാൻ ആഗ്രഹിച്ച മറുപടികൾ പ്രിയപ്പെട്ട നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ബഹുമാന്യനായ നമ്മുടെ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നാളെ ജില്ലയിലെത്തുമ്പോൾ സ്വാഭാവികമായും അതിരാവിലെ തന്നെ KCയുമായി സംസാരിച്ച് അതുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രയാസം, എനിക്കുണ്ടായ വേദന, എനിക്കുണ്ടായ ആ കാര്യങ്ങളെ ചർച്ച ചെയ്യപ്പെടാനുള്ളൊരു വേദി കൂടി ബഹുമാന DC പ്രസിഡന്റ് നേതൃത്വത്തിൽ അതിനൊരു തുറന്ന വേദി കൂടി ഉണ്ടാവുകയാണ് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഇതൊരു കേവലം ഒരു സ്ലിപ്പായി ഞാൻ മുമ്പിലാകെ വെക്കുന്നില്ല. ഞാൻ സമർപ്പിച്ച നോമിനേഷനുണ്ട്.
ആ നോമിനേഷൻ്റെ പിന്നാമ്പുറത്ത് എനിക്ക് ഒരു കാര്യം ചിലപ്പോൾ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. എന്നാലും പറയുന്നു, കേരള രാഷ്ട്രീയത്തിനകത്ത് ത്രിതല പഞ്ചായത്തിൽ മത്സരിച്ച ആളുകളിൽ എക്സ്ട്രാ പേജുകൾ, അതായത് നോമിനേഷൻ്റെ പുറകിൽ 9 പേജുകളാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. 126 കേസുകളാണ് എൻ്റെ ജീവിതത്തിനകത്തുള്ളത്. ജനപ്രതിനിധി എന്ന് പറയുന്നത് ഒരു അധികാരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പലരും പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനപ്രതിനിധി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത് ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതലായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അധികാര വിനിയോഗത്തിൻ്റെ വലിയൊരു സുവർണാവസരമാണ്. അത് സർക്കാർ ഫണ്ടുകൾ വിനിയോഗിക്കാൻ, വ്യവസ്ഥാപിതമായ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഏൽക്കുന്ന മുറിവുകൾ, നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഏൽക്കുന്ന കേസുകളിൽ ഒരു പ്രതിരോധ കവചം തീർക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ജനപ്രതിനിധി എന്ന് പറയുന്ന പ്രിവിലേജ്. ആ പ്രിവിലേജ് ഞാൻ പ്രിയപ്പെട്ട നേതൃത്വത്തിനോട് പറഞ്ഞു, എനിക്ക് ഇനി ആ പ്രിവിലേജ് ഇല്ല. കാരണം പോലീസിനോട് ഞാൻ ചിലപ്പോൾ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാറുണ്ട്. സഹപ്രവർത്തകർക്ക് വേദന ഏൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പാർട്ടിയോട് ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മൃഗീയമായി തിരുവനന്തപുരം മുതൽ വയനാട് ജില്ല വരെയുള്ള മേഖലകളിൽ ഇടികൊണ്ട് വീട്ടിൽ ഹോസ്പിറ്റൽ വാസത്തിന് പോകാതെ ഞാൻ എൻ്റെ വീട്ടിനകത്ത് കടന്നിട്ടുണ്ട്. ആ സ്വാഭാവികമായും ആ സമയത്തൊക്കെ എന്നെ പ്രതിരോധിച്ചത് ഈ ജനപ്രതിനിധി എന്ന് പറയുന്ന പട്ടമാണ്. അത് അധികാരത്തിൻ്റെ മോഹമല്ല. സ്വാഭാവികമായി എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്കതിൽ പരാതിയില്ല. പക്ഷേ എൻ്റെ പാർട്ടി എന്നെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് എനിക്കുണ്ട്. ആ ഉറപ്പിൻ്റെ മേലിലാണ് ഈ കാണുന്ന സ്ലിപ്പ് നമ്മൾ കലക്ട്രേറ്റിനകത്ത് ഈ പറയപ്പെടുന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ അധികാരത്തിൻ്റെ മുമ്പിലാക്കി നമ്മൾ കൊണ്ടുവച്ച് അത് പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്.